Good afternoon. Okay, good afternoon to all. Radiation protection തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? Okay. Radiation protection. Radiation protection is also known as radiological protection. Underline chata. Radiation protection is also known as radiological protection. Is defined by the International Atomic Energy Agency, IAEA. Radiation protection define ചെയ്തിരിക്കുന്ന ആരാണ്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആണ്, IAEA ആണ്. എന്താണ് അവർ പറയുന്നത്? The protection of people from injuries, effect of exposure to ionizing radiation. പേജ് നമ്പർ എത്രയാണോ ഒന്ന് പറഞ്ഞു കൊടുക്കോ? 41. Ionizing radiation and the means for attaching this. എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ഫ്രം ഇഞ്ചുറീസ്, എഫക്ട് ഓഫ് എക്സ്പോഷർ ടു അയനൈസിംഗ് റേഡിയേഷൻ അല്ലെ? എന്താണ് പറയുന്നത്? അതായത് അയനൈസിംഗ് റേഡിയേഷനിൽ നടത്തുന്ന ആളുകൾക്ക് ഇഞ്ചുറീസോ എഫക്റ്റോ ഒന്നും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്നതിനാണ് എന്താ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, അയനൈസിംഗ് റേഡിയേഷന്റെ സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഇഞ്ചുറീസോ മറ്റ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ആരാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആണ് കേട്ടോ. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അതിന് നമ്മൾ ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷന്റെ 3 ടൈപ്സ് പറയുന്നുണ്ട്. അതായത് ഒന്നാമത്തത് എന്താണ്? ഓക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഓക്കെ, ഓരോന്നും എന്താണെന്ന് നോക്കാം. ഓക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്തായിരിക്കാം? ഓക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ റേഡിയേഷന്റെ ആ ഒരു സിവിയറിറ്റി എങ്ങനെയാണ്? എങ്ങനെയുള്ള റേസസ് ആണ് അവിടെ വരുന്നത്? എങ്ങനെയുള്ള റേസസ് ആണ്? റേസ് എങ്ങനെയുള്ള റേഡിയേഷൻസ് ആണ്? എന്തൊക്കെ എങ്ങനെയുള്ള റേഡിയേഷൻ രശ്മികളാണ് അവിടെ വരുന്നത്? ഹെവി ആയിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ഒരു പേര് പറയുമല്ലോ നമ്മള്. ഗാമ റേസസ് കേട്ടിട്ടില്ലേ? ഗാമ റേസസ്, ഗാമ റേസസ് റേഡിയേഷൻ അല്ലെ? ഗാമ റേസസ് ആയിരിക്കുള്ളൂ, ഗാമ രശ്മികളായിരിക്കുള്ളൂ അതിനൊക്കെ സമയത്ത് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് CT സ്കാൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്തരത്തില് ഗാമ റേസസ് ആയിരിക്കും പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊക്കെ എന്തായാലും പ്രൊട്ടക്ഷൻ ആവശ്യമാണ് അല്ലെ? മറ്റെന്തെങ്കിലും തരത്തിലുള്ള എക്സ്പോസർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ എന്തായാലും ആവശ്യം തന്നെയാണ്. അപ്പൊ 3 ടൈപ്സ് നമുക്ക് നോക്കാം. അപ്പൊ ഈ റേസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നത്? ശരീരത്തിൽ നേരെ ഏൽക്കാൻ പാടുണ്ടോ? നേരെ ഡയറക്റ്റ് ആയിട്ട് ഏൽക്കാൻ പാടുണ്ടോ ഈ റേസുകള്? ഇല്ല അല്ലെ? എന്തെങ്കിലും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ? അപ്പൊ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള തന്നെയാണ്. സെൽസിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെ, അതുപോലെ തന്നെ സ്കിൻസിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പേജ് നമ്പർ 41.
Occupation radiation protection എന്തിനാണ്? Which is the protection of workers, അല്ലെ, വർക്കേഴ്സിന് വേണ്ടിയിട്ട്, works in circumstance where their exposure is directly connected with their work. അതായത് occupation radiation protection. Occupation എന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവർ അല്ലെ, ആരൊക്കെയാണ്? ഈ ടൈപ്സില് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെയാണ് നമ്മൾ പറയുന്നത് occupational radiation protection. അതിലെന്താണ്? അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അല്ലെ, അവിടുത്തെ സ്റ്റാഫുകൾക്ക്. അപ്പൊ അവർക്ക് എന്താണ്, അവർ നേരിട്ട് സമ്പർക്കം പുലർത്തുന്നവരാണ് അല്ലെ. അപ്പൊ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് എന്ത്? ഒക്യുപേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അത് ഏത് ഏജൻസിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് കേട്ടോ. അത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ളത്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടാണ്. അത് അവരാണ് അതിൽ ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ഒക്യുപേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഓക്കെ, അടുത്തത് എന്താണ്? മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, which is the protection of patients exposed to radiation as part of their diagnosis or treatment. അടുത്ത പ്രൊട്ടക്ഷൻ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഫോർ പേഷ്യൻസിന് വേണ്ടിയിട്ട് അല്ലെ. യെസ്, പേഷ്യൻസിന് വേണ്ടിയിട്ട്. അതായത് രോഗനിർണയ ട്രീറ്റ്മെന്റിന്റെ സമയത്തോ രോഗികൾക്ക് എന്താണ് പ്രൊട്ടക്ഷൻ ആവശ്യമായി വരുന്നു. Protection of patients exposed to radiation as a part of their diagnosis treatment. രോഗനിർണയം നടത്തുന്ന സമയത്തോ ചികിത്സയ്ക്കോ വേണ്ടിയിട്ട് എന്താണ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സ്കാനോ അല്ലെങ്കിൽ മറ്റേ MRI എടുക്കേണ്ടതായിട്ട് വരാം. അപ്പൊ എന്താണ്, പേഷ്യൻസും അതിന്റെ ഇടയിൽ ആ റേഡിയേഷന് ഇരയാവുന്നുണ്ട്. അപ്പൊ അവർക്കും എന്ത് വേണം? മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ട് വരുന്നു. Then last ആർക്കാണ് വേണ്ടത്? പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അടുത്ത ടൈപ്പാണ് എന്ത്? പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ആർക്ക് വേണ്ടിയിട്ടാണത്? പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് അല്ലെ. പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളത്, അതായത് പൊതുജനങ്ങൾക്ക്, അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും എന്താണ് ആവശ്യമായിട്ട് വരുന്നതാണ് എന്താ? പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ആൻഡ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ അല്ലെ. പൊതുജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഓരോരുത്തരും പെടുന്നില്ല, ഓരോ ഇൻഡിവിജ്വൽസിന്റെ പ്രൊട്ടക്ഷൻ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. നിങ്ങൾ ആ പേരുകൾ മാത്രം പഠിച്ചു വെക്കാം കേട്ടോ, അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പഠിക്കണ്ട, പേരുകൾ പഠിക്കുക. ഏതൊക്കെ ടൈപ്സ് ആണ് വരുന്നത് പ്രൊട്ടക്ഷൻ? ഒന്നാമത്തേത് ഒക്യുപേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, public radiation protection. Okay. Yes, occupation radiation protection ആർക്ക് വേണ്ടിയിട്ടാണ്? occupation radiation protection ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ വർക്കേഴ്സ് അല്ല, അവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷനോ? മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ for patients ന് വേണ്ടിയിട്ട്. Then public radiation protection for public അല്ലെ. പബ്ലിക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, ആ ഭാഗം ക്ലിയർ ആണോ? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന ഭാഗം ക്ലിയർ ആണോ? റേഡിയേഷൻ പ്രൊട്ടക്ഷന് പറയുന്ന മറ്റൊരു പേരെന്താണ്? റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ കേട്ടോ. റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ ആരാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, IAEA. കേട്ടോ. എന്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അയണൈസ്ഡ് റേഡിയേഷനിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, next are measures to be taken for protection. Measures to be, എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ ആ ഒരു റേഡിയേഷൻ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കരുതൽ എടുക്കണം? എക്കോ വരുന്നുണ്ടോ?
ഇപ്പൊ ക്ലിയർ ചെയ്യാം കേട്ടോ, സൗണ്ട് ഇപ്പൊ ക്ലിയർ ചെയ്യാം. പോയോ, ശബ്ദം പോയോ? ഇപ്പോഴുണ്ടോ? ഉണ്ടോ? ഇപ്പോഴും പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? Yes. Okay, measures to be taken for protection. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? ഫോർ പബ്ലിക്, ഫോർ സ്റ്റാഫ്, ഇവിടെ ഫോർ പബ്ലിക് എന്നല്ല, ഫോർ പേഷ്യൻസ് എന്നാണ് അത് കേട്ടോ. പബ്ലിക് എന്ന് വെട്ടി അവിടെ പേഷ്യൻസ് എന്നാണ്. ഫോർ പേഷ്യൻസ്, ഫോർ സ്റ്റാഫ്സ്, ഫോർ പബ്ലിക്. Okay. Yes, for patients, optimization of X-ray or CT dose. Optimization of X-ray or CT dose എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിമൈസ് ചെയ്യുക. എന്താണ്? അതായത് പേഷ്യൻസിന് ഇപ്പൊ CTS ഒക്കെ എടുക്കുന്ന സമയത്ത്, അതായത് ഉത്തമമായ കറക്റ്റ് അളവിൽ അല്ലെ, ആ ഒരു കറക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്ത ഒരു അളവിലായിരിക്കണം എന്താ റേഡിയേഷൻ ഡോസേജ് കൊടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അതായത് റേഡിയേഷൻ ഡോസ് കൊടുക്കുന്ന സമയത്തിന് അതൊരു എന്താണ്, ഒരുപാട് ഡോസ് ആവാതെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഒരു ഉത്തമമായ രീതിയിലായിരിക്കണം, ആ ഡോസ് കുറച്ചിട്ടായിരിക്കണം എന്ത് ആ CT ഡോസേജ്, എക്സ്റേ അല്ലെങ്കിൽ CTയുടെ ഡോസേജ് കൊടുക്കേണ്ടത് പേഷ്യൻസിന്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മെഷർ നമുക്കൊരു മുൻകരുതൽ എടുക്കാവുന്നത് നല്ലതാണ്. എന്തിന്? അപ്പൊ റേഡിയേഷൻസിന്റെ അളവൊന്ന് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നെക്സ്റ്റ് എന്താണ്? ഷീൽഡിങ് ഓഫ് പേഷ്യന്റ് പാർട്സ്. ഷീൽഡിങ് ഓഫ് പേഷ്യന്റ് പാർട്സ് എന്താണ് ഷീൽഡ് ചെയ്യാന്ന് പറയുന്നത്? ഇപ്പൊ എക്സ്റേസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പേഷ്യൻസിന്റെ ബോഡി എന്തായിരിക്കും, നമ്മൾ ഫുൾ ആയിട്ട് ചിലപ്പോ കുറച്ച് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മള് എടുക്കുന്ന ഭാഗം ഉപയോഗിച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്ത് കവർ ചെയ്ത് വെക്കും അല്ലെ. ക്ലോത്ത്സ് ഉപയോഗിച്ചിട്ട് ബോഡി പാർട്സ് നമ്മൾ കവർ ചെയ്യും. അപ്പൊ വെസ്റ്റിൽ എടുക്കുന്ന ബാക്കി ഭാഗം ഒഴിച്ച് ബാക്കി മുഴുവൻ ഭാഗം എന്താണ് നമ്മള് CT എന്ന് വെച്ചാൽ എന്താന്ന് അറിയില്ലേ? CT സ്കാൻ. CT സ്കാനിന്റെ ആണെങ്കിൽ എക്സ്റേയുടെ ഡോസേജ് ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ഡോസേജ് കുറയ്ക്കുന്നു. കുറച്ചുപയോഗിക്കുകയാണ് എന്താണ് റേഡിയേഷൻ കുറവായി കിട്ടും. കമ്പ്യൂട്ടർ ടോമോഗ്രാഫി CT ചാപ്റ്റർ തീരാറായി കേട്ടോ. ഓക്കെ, ഷീൽഡിങ് ഓഫ് പേഷ്യൻസ് എന്താണ്? അപ്പൊ പേഷ്യൻസിന് എക്സ്റേ അല്ലെങ്കിൽ CT എടുക്കുന്ന സമയത്ത് എന്താണ് കവർ ചെയ്തിട്ടായിരിക്കും, അതായത് എടുക്കുന്ന ഭാഗം വെച്ചിട്ട് അവിടെ കവർ ചെയ്തിട്ടായിരിക്കും എന്ത് ആ പേഷ്യൻസിന്റെ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് റേഡിയേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, മറ്റു ഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് അങ്ങനെ ഷീൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കവർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും എക്സ്റേ ഒക്കെ എടുത്തിട്ടുള്ളവരല്ലേ? യെസ്. ഷീൽഡ് എന്ന് വെച്ചാൽ കവചം, അത് കവർ ചെയ്യാന്നുള്ളതിന് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ബോഡി പാർട്സ് കവർ ചെയ്യുക, റേഡിയേഷൻ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. എന്താണ് മെസ്സേജ് കണ്ടില്ലല്ലോ, ഇപ്പൊ എന്താ വെച്ചാൽ യെസ്, എടുക്കാത്ത ഭാഗം കവർ ചെയ്യും. ഞാൻ വിചാരിച്ച എന്നെ എന്തോ പറഞ്ഞു തന്നാ, അതാണ് ചോദിച്ചേട്ടോ.
യെസ്. പിന്നെന്താണ്? പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. എന്താണ് പീരിയോഡിക് കാലിബ്രേഷൻ എന്ന് പറയുന്നത്? അതായത് അതിന്റെ ഒരു മെഷർമെന്റ്സ് അല്ലെ, പറഞ്ഞുതരാം. മെഷീൻസിന്റെ ആ ക്വാളിറ്റിയും അതിന്റെ മെഷർമെന്റ്സ് ഒക്കെ എന്താണ് കൺട്രോൾ ചെയ്തിട്ടായിരിക്കണം. യെസ്. നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണേ? അതായത് എക്സ്റേ എടുക്കുന്ന സമയത്ത് അതിന്റെ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം, അതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് വേണം എന്താ ആ സമയത്ത് എക്സ്റേ എടുക്കാൻ അല്ലെങ്കിൽ CT എടുക്കാനായിട്ട്. ദെൻ എന്താണ് പീരിയോഡിക് കാലിബ്രേഷൻ എന്ന് വെച്ചാൽ ആ മെഷർമെന്റ് നോക്കുക, എത്രത്തോളം കൂടുതലാണെങ്കിൽ അത് കുറച്ചുകൊണ്ടായിരിക്കണം എന്ത് അത് അതിന്റെ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്തുകൊണ്ടായിരിക്കണം അത് എടുക്കേണ്ടത് കേട്ടോ. അത് കറക്റ്റ് ആയിട്ടാണോ എന്നുള്ള ആ മെഷർമെന്റ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം എന്ത് റേഡിയോ എക്സ്റേ അല്ലെങ്കിൽ CT എടുക്കാനായിട്ട്. Then reduce the time spent near the X-ray sources. എന്താണ്? Reduce the time spent near the X-ray source. എക്സ്റേ എടുക്കുന്ന മെഷീൻ്റെ അടുത്ത് ഒരുപാട് സമയം നിൽക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഉടൻ തന്നെ എക്സ്റേ എടുക്കുന്ന മെഷീനിൽ നിന്ന് ഉടൻ തന്നെ നമ്മൾ അതിന്റെ എടുത്തു കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ നിന്ന് മാറേണ്ടതാണ് അല്ലെ. എന്തുകൊണ്ടാണ്? അവിടെ റേഡിയേഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. യെസ്. എന്തൊക്കെയാണ് ഫോർ പേഷ്യൻസിന്? ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ് അല്ലെ. അപ്പൊ പേഷ്യന്റിന് കൊടുക്കുന്ന എക്സ്റേയുടെയും CTയുടെയും ഡോസ് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുക അല്ലെ. ഒപ്റ്റിമൈസ് ചെയ്തിട്ട് അളവ് കുറച്ചിട്ട് വേണം അതിന്റെ ഡോസേജ് കൊടുക്കാനായിട്ട്. പിന്നെ എന്താണ്? ഷീൽഡിങ് ഓഫ് പേഷ്യന്റ് പാർട്സ്. പേഷ്യൻസിന്റെ എക്സ്റേ എടുക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ബോഡി പാർട്സുകളും കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾസ്. എല്ലാ മെഷീൻസിന്റെ ആ ഒരു മെഷർമെന്റ് അതൊക്കെ അതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് വേണം എന്താ CT അല്ലെങ്കിൽ MRI ഒക്കെ എടുക്കാനായിട്ട്, എക്സ്റേ എടുക്കാനായിട്ട്. Then reduce time spent near the X-ray source. ആ എക്സ്റേ സോഴ്സുമായിട്ട് എത്രയും പെട്ടെന്ന് എന്താണ് ആ സ്ഥലത്ത് നിൽക്കുന്ന ആ ഒരു സ്ഥലം എന്താണ് ഒരുപാട് സമയം നിൽക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറേണ്ടതാണ്. അതാരാണ്? ഫോർ പേഷ്യൻസ് കേട്ടോ. ഇനി വരുന്നത് ഫോർ സ്റ്റാഫ്. സ്റ്റാഫുകൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, എന്തൊക്കെ മെഷേഴ്സ് സ്വീകരിക്കണം? ആഡിക്കേറ്റ് ഡിസ്റ്റൻസ് എന്തായാലും പാലിക്കണം അല്ലെ. ആഡിക്കേറ്റ് ഡിസ്റ്റൻസ് 3 മീറ്റർ അല്ലെ. 3 മീറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ. സ്റ്റാഫുകൾ നിർബന്ധമായിട്ട് എന്താണ് ഒരു 3 മീറ്റർ അകലെങ്കിലും ആ മെഷീനിൽ നിന്നും കൺട്രോൾ പാനലിൽ നിന്നുള്ളൊരു അകലം അല്ലെ. അവർ മെഷീൻ കൺട്രോൾ ചെയ്യുന്നൊരു പാനൽ ഉണ്ടായിരിക്കും, ഒരു റൂം അതിന്റെ അകത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ. എക്സ്റേ എടുക്കുന്ന മെഷീൻസ് ഒക്കെ ഓൺ ചെയ്യുന്ന അത് തമ്മിൽ എന്താണ് ഒരു 3 മീറ്റർ എങ്കിലും അകലം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. ആഡിക്കേറ്റ് ഡിസ്റ്റൻസ് സ്റ്റാഫുകൾ എന്തായാലും അത് കീപ്പ് ചെയ്യണം. പിന്നെ അതായത് അവിടുത്തെ റേഡിയോളജിസ്റ്റുകളും ടെക്നീഷ്യൻസ് ആയിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവരെന്താണ് ഒരു 3 മീറ്റർ അകലെങ്കിലും പാലിച്ചിരിക്കണം. ലീഡ് അപ്രോൺ ഗ്ലൗസ് ഗൂഗിൾസ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പൊസിഷനിങ് ദ പേഷ്യന്റ്. ഇനി പേഷ്യന്റിനെ നമ്മൾ അവിടെ കിടത്തുന്ന സമയത്ത് ഇപ്പൊ എക്സ്റേ എടുക്കാൻ ഇപ്പൊ കിടത്തിയൊക്കെ എടുക്കുന്നതാണെങ്കിൽ എന്താണ് അപ്പൊ ആ സമയത്തും എന്ത് ചെയ്യണം? സ്റ്റാഫുകൾ ഗ്ലൗസും ഗൂഗിൾസ് എന്താണ് കണ്ണടയൊക്കെ വേറെ ചെയ്തിട്ട് വേണം ആളെ പൊസിഷൻ ചെയ്ത് കിടത്താനായിട്ട്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ്. ഇനി അവിടുത്തെ സ്റ്റാഫുകൾ എന്താണ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ് ഉപയോഗിച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടുള്ള ഡിവൈസസുകളാണ്? TLD തെർമോലൂമിനസെന്റ് ഡോസിമീറ്റേഴ്സ്. തെർമോലൂമിനസെന്റ് ഡോസിമീറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ എക്സ്പോസ്ഡ് ടു അയണൈസിംഗ് റേഡിയേഷൻ ഓവർ എ ഗിവൺ പീരീഡ്. റേഡിയേഷന്റെ ഡോസ് അളക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, റേഡിയേഷന്റെ ഡോസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡോസിമീറ്റർ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ബാഡ്ജ് രൂപത്തിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ മെഷീൻ ചെറിയൊരു മെഷീന്റെ രൂപത്തിലായിരിക്കും അത് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് കയ്യിൽ വെയർ ചെയ്യാൻ സാധിക്കും.
നഴ്സുമാരൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ് ഡോസിമീറ്റർ ഉപയോഗിക്കുന്നത്? റേഡിയേഷന്റെ എക്സ്പോഷർ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡോസിമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. Then monitoring radiation exposure every month. Monitoring radiation exposure every month. എന്താണ് റേഡിയേഷൻ എക്സ്പോഷർ? എന്താണ് മോണിറ്റർ ചെയ്തിരിക്കുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും. ഓരോ മാസം എന്താണ് ഓരോ മെഷീൻസും എന്താണ് നമ്മൾ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, റേഡിയേഷന്റെ അളവുകൾ കൂടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഒരു മാസത്തിൽ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. ഇതാണ് സ്റ്റാഫ്സിന്റെ കാര്യത്തിൽ അല്ലെ. സ്റ്റാഫ് സ്വീകരിക്കേണ്ട കുറച്ച് മെഷേഴ്സ് ആണ്. എന്തൊക്കെയാണ്? ആഡിക്കേറ്റ് ഡിസ്റ്റൻസ്, 3 മീറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ. കൺട്രോൾ പാനലിൽ നിന്നും മെഷീനിൽ നിന്നും എന്താണ് ഒരു 3 മീറ്റർ അകലെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് പേഷ്യന്റിന്റെ പൊസിഷനിങ് ചെയ്യുന്ന സമയത്ത്, പേഷ്യൻസിന്റെ കിടത്തെ എക്സ്ട്രാ എടുക്കുന്ന സമയത്ത് എന്താണ് ഗ്ലൂക്കോസോ ഗ്ലൗസ് അങ്ങനെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ വെയർസുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്താണ് യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസിപ്ലിൻ ഡിവൈസസ് ഉപയോഗിക്കണം. എന്താണ് ഉപയോഗിക്കേണ്ടത്? TLD, തെർമോലുമിനൻസെന്റ് ഡോസിമീറ്റേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഡോസിമീറ്റർ ഉപയോഗിക്കുന്നത്? റേഡിയേഷന്റെ എക്സ്പോഷർ അളക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, റേഡിയേഷന്റെ അളവ് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡോസിമീറ്റർ വെയർ ചെയ്യുന്നത്. മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവറി മന്ത്. റേഡിയേഷൻ എക്സ്പോഷർ എല്ലാ മാസവും എന്താണ് മോണിറ്ററിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് ഫോർ പബ്ലിക്. നമ്മള് പേഷ്യൻസിന്റെ മെഷേഴ്സ് പറഞ്ഞു, സ്റ്റാഫ് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഫോർ പബ്ലിക്. ഓക്കെ, അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക് എന്ന് പറഞ്ഞാല് റിസപ്ഷൻ ഏരിയയിൽ നിന്നും ലബോറട്ടറി ഏരിയയിൽ നിന്നൊക്കെ കുറച്ചുകൂടി മാറിയിട്ടായിരിക്കണം എന്താ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കേണ്ടത് അല്ലെ. എല്ലാത്തിന്റെയും മധ്യത്തെ ഇടയിലായിട്ട് കൊണ്ട് സ്ഥാപിക്കാനായിട്ട് പാടുള്ളതല്ല അല്ലെ. ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ആ ജനറൽ ട്രാഫിക്കിൽ നിന്ന് മാറിയിട്ട് വേണം എന്ത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കാനായിട്ട്. ഓക്കെ, ദെൻ യൂസ് വാർണിംഗ് ബോർഡ്സ്. പിന്നെന്താണ് മുന്നറിയിപ്പ് ബോർഡ്സുകൾ സ്ഥാപിച്ചിരിക്കണം അല്ലെ. വാർണിംഗ് ബോർഡ്സുകളെല്ലാം തന്നെ സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ യെല്ലോ ഗ്ലോ സൈൻ ഫോർ റേഡിയേഷൻ ഏരിയ. അപ്പൊ ഏത് സൈൻ ആണ് ഈ റേഡിയേഷൻ ഏരിയ ആണെന്ന് കാണിക്കുന്നത്? യെല്ലോ ഗ്ലോ സൈൻ ആയിരിക്കും കേട്ടോ. യെല്ലോ കളറിലെ ഗ്ലോ സൈൻസ് ആയിരിക്കും റേഡിയേഷൻ ഏരിയനെ കാണിക്കുന്നത്. അതിനെ പ്രതിപാദിക്കുന്ന ഒരു കോഡ് എന്ന് പറയുന്നത് എന്താണ്? യെല്ലോ ഗ്ലോ സൈൻസ് ആയിരിക്കും. ഓക്കെ, ഇനി it is also needed that warning lights are clearly seen and when the X-ray machine behind the door is discharging radiation to prevent unintentional entry into the room without wearing radiation protection. അപ്പോൾ നമ്മള് ഈ മഞ്ഞ നിറത്തിൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൈ റേഡിയേഷൻ ഏരിയ എന്നുള്ള ഈ ഒരു സൈൻ ബോർഡ് കണ്ടിട്ടുണ്ടോ? യെസ്. ഓക്കെ, അപ്പൊ നമ്മളിത് അല്ലാത്ത സമയത്ത് നോക്കുന്ന സമയത്ത് ചില റെഡ് കളറിൽ കാണാൻ സാധിക്കും. എന്താണത്? റെഡ് കളറിൽ കാണാറുണ്ട്. മഞ്ഞ നിറത്തിലും കാണും, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോ റെഡ് കളറിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് റെഡ് കളറിൽ കാണുന്നത്? എന്തുകൊണ്ടായിരിക്കാം? വർക്കിംഗ് ആണെങ്കിൽ അല്ലെ, എക്സ്റേ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് റെഡ് കളറിലായിരിക്കും ഈ സൈൻ ബോർഡ് തിളങ്ങുന്നത് കേട്ടോ. എടുക്കാത്ത സമയത്ത് അല്ലെങ്കിൽ അതിനെ വാർണിംഗ് സൈൻ കാണിക്കുന്നത് യെല്ലോ കളറിലും റേഡിയേഷൻ എക്സ്പോസ് ചെയ്യുന്ന ടൈമിൽ അതിന്റെ റെഡ് ലൈറ്റ് കത്തുകയും ചെയ്യും അല്ലെ. റെഡ് ലൈറ്റിലായിരിക്കും അത് കാണിക്കുന്നത്. എക്സ്റേ റൂമിന്റെ പുറത്തായിട്ടായിരിക്കും യെല്ലോ കളറിൽ അത് സ്ഥാപിച്ചിരിക്കുന്നതും. അപ്പൊ റേഡിയേഷൻ എടുക്കുന്ന സമയത്ത് അത് റെഡ് കളറിൽ കത്തുകയും ചെയ്യും. ഇനി അപ്പൊ ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ പുറത്തു നിന്ന് ഇപ്പൊ യൂണിടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് എന്താണ് ആരെങ്കിലും ഇപ്പൊ ഡോർ ക്ലോസ് എന്താ പറയുന്നത് പുറത്തുനിന്ന് അകത്തേക്ക് കയറാനായിട്ട് വന്നാല് അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് പുറത്തുനിന്ന് ആൾക്കാർ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റെഡ് ലൈറ്റ് വാർണിംഗ് കൊടുക്കുന്നത്. ഓക്കെ, യെസ്.
അപ്പൊ ആ സമയം വരെ നമുക്ക് റേഡിയേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതിനുള്ളിൽ മറ്റുള്ളവർക്ക് അത് റേഡിയേഷൻ കവറേജ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു സൈൻ ബോക്സുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അതെന്തെങ്കിലും ആർക്ക് വേണ്ടിയിട്ടാണ്? ഇപ്പോ പബ്ലിക്കിന് വേണ്ടിയിട്ട്. യൂണിറ്റ് ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് എന്നുള്ളൊരു മീനിങ് കേട്ടോ. ഇത് ഇങ്ങനെ പെട്ടെന്നൊക്കെ കയറി പോവാതിരിക്കാനായിട്ട് ആൾക്കാരെ. ചില ആൾക്കാർക്ക് പേഷ്യന്റ് കൂടെ വരുന്നവരോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള മറ്റുള്ളവരെന്താണ് ചിലപ്പോൾ സ്വർണ്ണങ്ങൾ കയറി പോവാൻ എക്സ്റേ എടുക്കുന്ന സമയത്ത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു വാർണിംഗ് സൈൻ ആണ് എന്താ, റെഡ് ലൈറ്റ് കത്തുന്ന സമയത്ത് എന്തായാലും അകത്ത് കയറാനായിട്ട് പാടുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ ഈ മൂന്ന് രീതിയിലാണ് പ്രത്യേകമായിട്ട് ഒരു റേഡിയേഷൻ പ്രൊട്ടക്ഷന്റെ മെഷേഴ്സ് എടുക്കേണ്ടത്. ഒന്ന് പേഷ്യൻസിന് വേണ്ടിയതും, പിന്നെ എന്താണ് സ്റ്റാഫുകൾക്ക്, ദെൻ പബ്ലിക്കുകൾ അല്ലെ. അപ്പൊ ഇതിനെന്താണ് ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്, ദെൻ യൂസ് ലാസ്റ്റ് ആണ് ഫോർ പബ്ലിക്. ആദ്യത്തേത് ഫോർ പേഷ്യൻസ് എന്നാണ് കേട്ടോ. അത് ഞാൻ ആദ്യമേ പറഞ്ഞു പേഷ്യൻസ് എന്നാക്കാം. ഇവിടെ ഫോർ പേഷ്യൻസ്, ഫോർ സ്റ്റാഫ്സ്, ഫോർ പബ്ലിക്. ഓക്കെ, യെസ്. ദെൻ ഇപ്പൊ അത് ക്ലിയർ ആണോ? ഫോർ പബ്ലിക്, സ്റ്റാഫ്, പേഷ്യൻസ് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ലാസ്റ്റ് ടോപ്പിക് ആണ് എന്താ, അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ മസ്റ്റ് ആയിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ പെട്ടെന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്. ഓക്കെ, നോക്കാം നമുക്ക്. Enlarging and concerning all radiology department policies and course of action for the radiology department. അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ പരിപാലിച്ചിട്ട് വേണം എന്താ ആ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയത്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഒന്നും തന്നെ മാറ്റം വരാതെ കൃത്യമായിട്ട് തന്നെ ആയിരിക്കും അതൊക്കെ പാലിക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ പോളിസീസും ആക്ഷൻസും നമുക്ക് നോക്കാം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യന്റ് ഷുഡ് ബി so planned that inpatients need not have to wait excessively. Appointment system for ward patients. എന്താണ് ഇവിടെ പറയുന്നത്? Appointment system for ward patients should be so planned that inpatient need not have to wait excessively. എന്തായിരിക്കും ഇവിടെ പറയുന്നത്? ഇൻപേഷ്യൻസിന് എങ്ങനെയുള്ള സൗകര്യങ്ങളായിരിക്കും കൊടുക്കേണ്ടത്? ഇൻപേഷ്യൻസിന് എന്ന് പറഞ്ഞാൽ ആരാണ് ഇൻപേഷ്യൻസ്? അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലേ, നമ്മളിപ്പോ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിപ്പോ എന്തെങ്കിലും തരത്തിൽ എക്സ്റേ ഒക്കെ എടുക്കുന്നെങ്കിൽ എന്താണ് നമ്മള് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ അഡ്മിറ്റ് ആയി കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് നമുക്കൊരു വെയിറ്റ് ചെയ്യേണ്ട സാധ്യത വരില്ല. കാരണം നേരെ പോയി എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോയിന്റ്മെന്റ് പെട്ടെന്ന് തന്നെ എക്സ്റേ എടുക്കാനോ CT എടുക്കാനോ ഒക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് സാധിക്കും. ഓക്കെ, അപ്പൊ അതൊരു റൂള് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻപേഷ്യൻസിനെ ഒരിക്കലും എന്താണ് വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ എക്സ്റേ സൗകര്യവും CT എടുക്കാനുള്ള ഒരു റൂൾ അവിടെയുണ്ട്. ആ ഒരു പോളിസിയിൽ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി ഫീസ് അടച്ചിട്ടൊക്കെ വേണ്ടല്ലോ കയറാനായിട്ട്. നേരെ നമുക്ക് ഓൾറെഡി നമ്മൾ അവിടെ രജിസ്റ്റേർഡ് ആണ് അല്ല, അഡ്മിറ്റ് ആണ്. അപ്പൊ നമുക്ക് നേരെ എടുക്കാനായിട്ട് സാധിക്കും. Then department timing are followed according to the hospital policy. Department timings are followed according to the hospital policy. എന്താണ് ഹോസ്പിറ്റൽ പോളിസിയുടെ നയങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും എന്ത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ടൈമിങ്ങിൽ ഒരു കൃത്യമായ ഒരു ടൈമിംഗ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് അത് ആശുപത്രിയുടെ നയങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും എന്താ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ടൈമുകളൊക്കെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവേർട്ടഡ്. എന്താണ് നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവേർട്ടഡ് എന്ന് പറഞ്ഞാല് എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഇതായിരിക്കും പറയുന്നത്. എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
എക്സ്റേ എടുക്കുന്നതിനോ അല്ലെങ്കിൽ CT എടുക്കുന്നതിനോ നമുക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ഒപ്റ്റിമം ടൈം കൊടുക്കണം അല്ലെ? ഓരോ പേഷ്യൻസിനും ഓരോ എന്താണ് ഒരു ഒപ്റ്റിമം ടൈം ഉണ്ടായിരിക്കും അല്ലെ? ഒരു കൃത്യമായ ഒരു ടൈമിലായ ഇടവേളകളിലായിരിക്കണം, ഫ്രീക്വന്റ് ആയിട്ടായിരിക്കണം അവർ വെയിറ്റ് ചെയ്യിപ്പിക്കരുത് അല്ലെ? എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ കൃത്യമായ ഒരു ഇടവേളകളിൽ പേഷ്യൻസിനെ അകത്ത് കയറ്റിയിട്ട് എന്താണ് എക്സ്ട്രാ CT എടുക്കാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ ഉടനടി എന്നെ അടുത്ത പേഷ്യൻസിനെ കയറ്റാനുള്ള സൗകര്യത്തിൽ ആയിരിക്കണം അവിടുത്തെ ടൈമുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അടുത്ത പോയിന്റ് എന്താണ്? പ്രിവെന്റിംഗ് മെയിൻ്റെനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. പ്രിവെന്റിംഗ് മെയിൻ്റെനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് എന്താണ്? യന്ത്രങ്ങളും ഉപകരണങ്ങളും അവിടുത്തെ മെഷീൻസ് ഒക്കെ കൃത്യമായിട്ട് എന്താണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും എന്താണ് അത് കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, the radiology department must maintain an effective working relationship with the medical staff, the administration, and the other hospital department and the services. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും എന്താണ് മറ്റ് സ്റ്റാഫുകളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. ആരൊക്കെ തമ്മിൽ? മെഡിക്കൽ സ്റ്റാഫുകള്, അഡ്മിനിസ്ട്രേഷൻ ആയിട്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ മറ്റ് അതർ ഡിപ്പാർട്ട്മെന്റ് സർവീസസുമായിട്ട് എന്തായിരിക്കും നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, then assessment of quality and extents of radiology services. Assessment of quality and exactness of radiology services. Exactness എന്നാണ് കേട്ടോ. Exactness of radiology services എന്താണ്? അതായത് റേഡിയോളജി സേവനങ്ങളുടെ ഗുണനിലവാരവും അതുപോലെ തന്നെ എന്താണ് കൃത്യതയും വിലയിരുത്തിയിരിക്കണം അല്ലെ? അസസ് ചെയ്തിരിക്കണം. അവിടുത്തെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സർവീസസുകൾ അസസ് ചെയ്യണം, കൃത്യമായിട്ട് അസസ് ചെയ്യുക, വിലയിരുത്തുക. അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് കൃത്യമായിട്ട് അസസ് ചെയ്തിരിക്കണം, വിലയിരുത്തിയിരിക്കണം. ഓക്കെ, യെസ്. All the reports are to be signed by radiologist. എല്ലാ റിപ്പോർട്ട്സുകളും ആരായിരിക്കണം സൈൻ ചെയ്തിരിക്കേണ്ടത്? റേഡിയോളജിസ്റ്റുകൾ നിർബന്ധമായിട്ടും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മളുടെ എക്സ്റേയുടെ ഒക്കെ താഴെയായിട്ട് ആ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു സൈൻ കാണാറില്ലേ? അതെന്തായാലും കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരിക്കും അല്ലെ? അവിടെ സൈൻ ചെയ്ത് വെരിഫൈ ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ റിപ്പോർട്ട് തരുന്നത്. ഓക്കെ, all reports are to be signed by radiologist. Then there should be well-trained registered radiographers. At least one should be available on call all the time. എന്താണ്? There should be well-trained and registered radiographers. അല്ലെ? Well-trained ആയിട്ടുള്ളതും അതുപോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് എവിടെ ഉണ്ടായിരിക്കണം? ഒരാളെങ്കിലും അത്യാവശ്യ സമയത്ത് അല്ലെ? അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി അവൈലബിൾ ഓൺ കോൾ ടൈം. ഓക്കെ, അതായത് നല്ല പരിശീലനം ലഭിച്ച അല്ലെങ്കിൽ നല്ല രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫർമാരെ കൃത്യമായിട്ട് എല്ലാ സമയത്തും ഒരു ഫോൺ കോൾ എങ്കിലും കൃത്യമായിട്ട് ലഭ്യമായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ the standard and regulations of Atomic Energy Regulatory Board and the Division of Radiological Protection, Bhabha Atomic Research Center should be included to should be included to included. അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും ആരുടെയൊക്കെ നിർദ്ദേശങ്ങളാണ് പാലിക്കേണ്ടത്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെയും റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെയും അതുപോലെ തന്നെ എന്താണ് ഭാമ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സിന്റെയും എന്താണ് അവരുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവരുടെ എല്ലാ നിർദ്ദേശങ്ങളും പോളിസീസും എന്താണ് ഇവരെ കൃത്യമായിട്ട് നിറവേറ്റുന്നുണ്ടോ എന്ന് കൂടി എന്താണ് അഡ്മിനിസ്ട്രേറ്റർ കൃത്യമായി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റർ കൃത്യമായിട്ട് അതൊക്കെ ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ,
യെസ്, എന്താണ് സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് അറ്റോമിക് എനർജി. AERBയുടെയും അതുപോലെ തന്നെ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെയും പ്രാക്കിന്റെ ഒക്കെ എന്താണ് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുള്ള അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള പോളിസീസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ആണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന് അവിടുത്തെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെന്നത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിരിക്കണം. ഓക്കെ, യെസ്. അപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തെല്ലാം കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം? എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? Appointment system for what patient should be so planned that inpatients not have വെയിറ്റ് എക്സസീവ്. ഇൻപേഷ്യൻസിനെ ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യിപ്പിക്കരുത്, അല്ലെ അവരെ നേരെ തന്നെ എന്താണ് പ്രൊസീജിയർ റൂമിലേക്ക് കയറ്റി അവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസ് ആയതിനാൽ തന്നെ അവർക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട ആവശ്യമില്ല, അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല, അല്ലെ. അപ്പോയിന്റ്മെന്റ് അവർക്ക് പ്രത്യേകമായ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടി വരുന്നില്ല. ഓക്കെ, അല്ലാത്ത പക്ഷം നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്താൽ മാത്രമേ നമുക്ക് എക്സ്റേ എടുക്കാനോ CT എടുക്കാനോ സാധിക്കുള്ളൂ. ഇൻപേഷ്യൻസ് അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിന് ഒരിക്കലും നമ്മുടെ അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ല. ഓക്കെ, then department timing are followed according to the hospital policy. ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ചിട്ടുള്ള ആയിരിക്കും എന്താ ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ്, അല്ലെ. റേഡിയോളജി ഫോളോയിങ് ഹോസ്പിറ്റൽ പോളിസി. പിന്നെന്താണ്? നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവേർട്ടഡ്. നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അത്യാവശ്യമല്ലാത്ത രീതിയിൽ കാത്തിരിപ്പ് സമയങ്ങൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്, അല്ലെ. അപ്പൊ ഒരു പേഷ്യൻസിനെ കയറ്റാനായിട്ട് ഒരുപാട് സമയം എടുക്കാതെ ആവശ്യമല്ലാത്ത സമയങ്ങൾ ഒഴിവാക്കും. പെട്ടെന്ന് ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ ആ പ്രൊസീജിയേഴ്സ് പെട്ടെന്ന് കൈകാര്യം ചെയ്യാം, എസെൻഷ്യൽ ടൈമുകൾ എടുക്കാതെ. യെസ്, കുറെ ടൈം വേസ്റ്റ് ആക്കാനായിട്ട് പാടില്ല. Then preventive maintenance of machines and equipment. മെഷീൻസിന്റെ മെഷീൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ അതിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതൊക്കെ ദെൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സില് മറ്റു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് എന്താണ് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം, അല്ലെ. അതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലായിട്ടാണ് മെഡിക്കൽ സ്റ്റാഫുകള്, അഡ്മിനിസ്ട്രേഷൻ, ദെൻ അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് സർവീസസ്. ഇവർ തമ്മിൽ നല്ലൊരു ബന്ധമായിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പുലർത്തേണ്ടത്. Then assess of the quality and exactness of radiology services. റേഡിയോളജി സേവനങ്ങളുടെ ഗുണനിലവാരവും അതുപോലെ തന്നെ നല്ല കൃത്യതയും വിലയിരുത്തണം. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്താണ്? അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, അതിന്റെ ക്വാളിറ്റി അസസ് ചെയ്യണം എന്നുള്ളത് ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തുന്നത്. ക്വാളിറ്റി ചെക്ക് ചെയ്യാന്ന് പറയും, അല്ലെ. കൃത്യമായ രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ടോ എന്നൊക്കെ വിലയിരുത്തണം. Then all the reports are to be signed by radiologist. നിർബന്ധമായിട്ട് എല്ലാ റിപ്പോർട്ട്സുകളും ആരാണ്? റേഡിയോളജിസ്റ്റിന് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. യെസ്, then there should be well-trained and registered radiographers. At least one should be available on call or time. Well-trained ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് റേഡിയോഗ്രാഫേഴ്സ് എന്താണ് ഏത് സമയത്തും ഫോൺ കോളിലെങ്കിലും എന്താണ് അവരെ ലഭ്യമായിരിക്കണം കേട്ടോ, നിർബന്ധമാണത്. ദെൻ എന്താണ് ഇപ്പൊ നൈറ്റിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങളോ ആക്സിഡൻസ് ഒക്കെ വരുന്ന സമയത്ത് എന്താണ് എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യം വരാം. അപ്പം അതിന്റെ അകത്ത് ഒരു സ്റ്റാഫ് എങ്കിലും റേഡിയോഗ്രാഫർ എങ്കിലും ലഭ്യമായിരിക്കണം. ദെൻ സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് അറ്റോമിക് എനർജി. അതായത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെയും റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെയും അതുപോലെ തന്നെ ഭാമ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സിന്റെയും നിർദ്ദേശങ്ങൾ റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ചിട്ടാണോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നതെന്ന് അഡ്മിനിസ്ട്രേറ്റർ കൃത്യമായിട്ട് അതിനെ ഉറപ്പുവരുത്തിയിരിക്കണം. ഓക്കെ, യെസ്, അതാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ ഭാഗത്ത്?
ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സുകള് ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. വായിച്ചോ? എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? എക്സാം ഒക്കെ എടുക്കാറായി അറിഞ്ഞല്ലോ. ഇപ്പൊ റേഡിയോളജി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ തീർന്നു കേട്ടോ. ഏതാടോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന പോയിന്റ് ഒന്നുകൂടി പറയണോ? ഏത് പോയിന്റ് ആണോ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അതായത് ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മറ്റ് ഏരിയാസ്, മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. നല്ലൊരു രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അതായത് മെഡിക്കൽ സ്റ്റാഫുകളായിട്ടും അഡ്മിനിസ്ട്രേഷനായിട്ടും മറ്റ് അതർ ഡിപ്പാർട്ട്മെന്റ് സർവീസസ് ആയിട്ടും എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നല്ല ബന്ധം പുലർത്തണം എന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? എക്സാം അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഏകദേശം ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നില്ലേ? അപ്പൊ എന്റെ പോർഷൻസ് എല്ലാം കഴിഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് റേഡിയോളജി വരെ ഉണ്ടായിരുന്നുള്ളൂ. ടീച്ചർ ഏതൊക്കെ ചാപ്റ്റർ എടുത്തെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ ഏതൊക്കെ എടുത്തെന്ന് അറിയാവോ? ഓപ്പറേഷൻ തിയേറ്റർ, ഹെൽത്ത് കെയർ സിസ്റ്റം എടുത്തില്ലേ? ഹെൽത്ത് കെയർ സിസ്റ്റം, ലേബർ റൂം, ആംബുലൻസ് സർവീസസ്, പിന്നെ ഏതാണ് സ്പില്ലേജ് വേസ്റ്റ് അല്ലേ, മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്, റേഡിയോളജി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി. 7 ചാപ്റ്റേഴ്സ് എടുത്തു. എന്റെ പോർഷൻസ് 7 എടുത്തിരുന്നു അല്ലേ? കറക്റ്റ് ആണോ പറഞ്ഞത്? യെസ്, 7 പോർഷൻസ് ഞാനിപ്പോ ഇന്നത്തോടുകൂടി കംപ്ലീറ്റഡ് ആയി. ഇനി നമുക്ക് ടെർമിനോളജിയുടെ കുറച്ചുകൂടി പോർഷൻസ് ഉണ്ടല്ലേ? വന്ദനാംശിച്ചുകൊണ്ടിരിക്കുന്ന ടെർമിനോളജി. യെസ്, അത് നിങ്ങളിപ്പോ തീർന്നില്ല എന്നാണെങ്കിൽ എല്ലാവരും കൂടി ഷെയർ ചെയ്തായിരിക്കും എടുക്കുന്നത് കേട്ടോ ടീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോട്ടോ. മോക്ക് ടെക്സ്റ്റുകൾ നന്നായിട്ട് പഠിക്കുക. തന്നിരിക്കുന്ന മോക്ക് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നോക്കാം. എക്സ്പാൻഷൻ ഫോംസ് ഒക്കെ കംപ്ലീറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാൻ? എനി ഡൗട്ട്? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ് ഒരു 1.5 പേജായിട്ട് എടുക്കാനുണ്ട്. അത് നമുക്ക് സോളിയൻസ് എടുത്തു തരാം കേട്ടോ നിങ്ങൾക്ക്. അത് അടുത്ത ക്ലാസ്സിനുള്ളത് എടുത്തു തരും. ഓക്കെ, എല്ലാ പോർഷൻസും തീർത്തിട്ട് എക്സാമിന് കയറ്റുള്ളൂ. യെസ്, റിവിഷൻ ഉണ്ടാകുമായിരിക്കും. സമയം എങ്ങനെ അനുവദിച്ചു തരുന്നത് പോലെ കേട്ടോ. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണമെന്ന് നമ്മൾ പറഞ്ഞു തരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. വലിയ ചാപ്റ്റേഴ്സിൽ ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങിയോ? ഈ മന്ത് തന്നെ എനിക്ക് എക്സാം കേട്ടോ. ഈ മന്ത് അല്ല, ഈ മന്ത് ഇപ്പൊ തീരാറായല്ലോ. നെക്സ്റ്റ് ഫെബ്രുവരിയോടുകൂടി എക്സാം ഉണ്ടാവും. ഓക്കെ,
വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മെയിനായിട്ട് നിങ്ങൾ പഠിക്കാൻ ആരംഭിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. സമയം കളയണ്ട, കിട്ടുന്ന സമയമൊക്കെ വായിക്കാം. വെരി ഓൾ ദി ബെസ്റ്റ്. ഗൈഡ് എന്താണ് റസിയ? ടോട്ടൽ മാർക്ക് എടാ, എക്സാമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുതരും കേട്ടോ. പഠിക്കേണ്ടത് നമ്മളുടെ ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് വെച്ച് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങളൊക്കെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. പിന്നെ എന്താണ്, പിന്നെ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഓക്കെ, ഇപ്പഴേ പഠിച്ചു തുടങ്ങിക്കോ. നിങ്ങൾ സമയം കിട്ടുന്ന അനുസരിച്ച് പഠിച്ചോളൂ. എളുപ്പമായിരിക്കുള്ളൂ എക്സാം കേട്ടോ. പഠിച്ചാൽ മതി. എല്ലാം ഒന്ന് റിവൈസ് ചെയ്യണം, എല്ലാ ചാപ്റ്റേഴ്സ്. ഓക്കെ, ഇത് നിർത്തട്ടെ. ഞാനിന്ന് ഇല്ലേന്നോ? ഞാൻ ചിലപ്പോൾ റേഡിയോളജി ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ പീരീഡ്. നമുക്ക് അടുത്ത ക്ലാസ് ഒക്കെ ഇല്ലേ, എടുക്കും. സോറി, റേഡിയോളജി അല്ല, ടെർമിനോളജി കേട്ടാ. ടെർമിനോളജി എടുത്ത് തീരാനില്ലേ? ഓക്കെ, അപ്പൊ പഠിക്കണം കേട്ടോ. പഠിച്ചു തുടങ്ങിക്കോളൂ. ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂ. Yes.